ഹലോ ഫ്രണ്ട്സ്, വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു AK-47 കിട്ടിയ പോലെയാണ്. നമുക്ക് ശരിക്കും 100 പേര് വാള് കൊണ്ട് നിന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു AK-47 ഉണ്ടെങ്കിൽ ദ പീപ്പിൾ വിൽ റൺ ഫാർ അവേ ഫ്രം യു. അതാണ് ഇംഗ്ലീഷ് ഒരു പ്രൊഫഷണലിന്. നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ ഓക്സിജൻ ആവശ്യമുള്ളത്, അതേപോലെയാണ് നമ്മുടെ പ്രൊഫഷന് ഇംഗ്ലീഷ് ആവശ്യമുള്ളത്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, സ്പീക്ക് ഇംഗ്ലീഷ്, ചേഞ്ച് യുവർ ലൈഫ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ള ഓക്സിലറീസ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഓക്സിലറീസിൻ്റെ എല്ലാം നെഗറ്റീവ് ഫോമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ട് എഴുതി വെച്ച് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്തും രാവിലെ എണീക്കാൻ നേരത്തും നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയമില്ലാതെ, ടെൻഷനില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാൻ കഴിയും. അപ്പം ഞാനിവിടെ പറയുന്ന ഈ യൂസേജുകൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന യൂസേജുകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ 4 തരത്തിലാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യുക എന്ന് പറയാം. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ വരുന്നത് ഒന്ന് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഈ 4 തരത്തിലല്ലാതെ ഒരു സെൻറ്റൻസ് പോലും നമ്മൾ മേക്ക് ചെയ്യൂല കേട്ടോ. ഒന്നുകിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ രണ്ടെണ്ണത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി വരുന്നത് എന്താ? പോസിറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ആളുകളോട്, അതിനാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്നും പറയും. പിന്നെ വരുന്നത് എന്താ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ പോസിറ്റീവ് ഓക്സിലറീസ് പഠിച്ചു അല്ലേ? അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലും പോസിറ്റീവ് ക്വസ്റ്റ്യനിലും നമ്മൾ യൂസ് ചെയ്യും. നെഗറ്റീവ് ഓക്സിലറീസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലും നെഗറ്റീവ് ക്വസ്റ്റ്യനിലും നമ്മൾ യൂസ് ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എന്താണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ, എന്താണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എല്ലാം വ്യക്തമായിട്ട് നമ്മൾ എക്സാമ്പിൾസ് ഉണ്ടാക്കും. അതിൻ്റെ മലയാളം കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്നോട് മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിലാണ് മീനിങ് വരിക. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഞാൻ ഈസാമാർ വരുമ്പോൾ ഉള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ല വാസ്വെയർ വരുമ്പോൾ ഉള്ളത്. വാസ്വെയർ വരുമ്പോൾ ഉള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് അല്ല മലയാളത്തിൽ പറയുന്നത് ഹാസ് ഹാവ് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ അതിന് മുമ്പേ തന്നെ ഇത് വരുമ്പോൾ ഈസാമാർ വരുമ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മീനിങ് എന്താണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് മീനിങ് എന്താണ്, അപ്പോൾ ഇതെല്ലാം മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എത്ര വർഷങ്ങളോളം സംസാരിച്ചാലും നമ്മൾ ഈ 4 തരത്തിലുള്ള എക്സാമ്പിൾസ് ആണ് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും തമിഴിലായാലും കന്നഡയിലായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ നെഗറ്റീവ് ഓക്സിലറീസ് ഉപയോഗിക്കുന്ന സ്പെസിഫൈ ചെയ്ത സ്ഥലങ്ങൾ ഇതാണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഓക്സിലറീസ് ഉപയോഗിക്കും. നെഗറ്റീവ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഓക്സിലറീസ് ഉപയോഗിക്കും. അപ്പോൾ ഇതിനെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടണം. എന്താണ് നെഗറ്റീവ് ഓക്സിലറീസ് വരുമ്പോൾ അർത്ഥം എന്ന് വെച്ചാൽ ടോട്ടൽ വരികയാണെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇല്ല എന്നുള്ള അർത്ഥം പറയാൻ വേണ്ടി. പക്ഷെ പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും ഇല്ല എന്ന് പറയുക. ഓക്കെ, ചിലയിടത്ത് ഒരു സാധനം ഇല്ല എന്നായിരിക്കും പറയാം, ചിലയിടത്ത് ഒരു പ്രവൃത്തി ചെയ്തില്ല എന്നായിരിക്കും പറയാം. ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇത്രയും പഠിച്ച ഈസാമാർ, വാസ് വെയർ, ഡു ഡസ് ഡിഡ്, ഹാസ് ഹാവ് ഹാഡിൻ്റെ നെഗറ്റീവ് എന്താണെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ അത് മാത്രം പഠിച്ചു വയ്ക്കുക. ഇതിൻ്റെ എക്സാമ്പിൾസിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള സെൻറ്റൻസസ് ക്രിയേഷനിലേക്കോ ഒന്നും പോകണ്ട. ഇങ്ങനെയും കുറേ സാധനങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വേറെ ഇതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പഠിക്കാനായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കി, ആം എന്ന് പറയുന്ന ഓക്സിലറി. ആമിൻ്റെ നെഗറ്റീവാണ് ആം നോട്ട്. അപ്പോൾ ഐ എം നോട്ട് കമ്മിങ്. ഐയുടെ കൂടെയാണല്ലോ ആം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഐ വെച്ച് തന്നെയാണ് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ എം നോട്ട് കമ്മിങ്, ഐ എം നോട്ട് പ്രാക്ടീസിങ്, ഐ എം നോട്ട് സ്പീക്കിംഗ് വിത്ത് യു, ഐ എം നോട്ട് സിറ്റിംഗ് ഹിയർ, ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് യു, ഐ എം നോട്ട് റീഡിങ് ദ ന്യൂസ് പേപ്പർ, ഐ എം നോട്ട് റൈറ്റിംഗ് ദ എക്സാം. ഇങ്ങനെയൊക്കെ നമുക്ക് ലക്ഷക്കണക്കിന് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കുക, ആമിൻ്റെ നെഗറ്റീവ് ഫോമാണ് ആം നോട്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഇതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്, എയിൻഡ്.
ain't. ain't എന്നുള്ളത് ഷോർട്ട് ഫോം ആണ്, പക്ഷെ ഇതിന് മാത്രം അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ, ain't എന്ന് നമ്മൾ am not എന്നാണ് ഉപയോഗിക്കുക, അല്ലാതെ നമ്മൾ ain't എന്ന് അധികം ഉപയോഗിക്കാറില്ല. എന്നാലും ഇങ്ങനെ പല സിനിമകളിലൊക്കെ നിങ്ങൾ കാണുമ്പോൾ, പല നോവലൊക്കെ വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള യൂസേജുകൾ വരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ, ഈസ്. ഈസിൻ്റെ നെഗറ്റീവാണ് എന്ത്, ഈസ് നോട്ട്. ഈസ് നോട്ട്, ഹി ഈസ് നോട്ട് കമ്മിങ്, he is not practicing, she is not making food for me, he is not washing my dresses. ഇങ്ങനെയൊക്കെ നമുക്ക് നൂറുകണക്കിന് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് isn't. എന്താണ്, ഈസ് നോട്ടിൻ്റെ ഷോർട്ട് ഫോം ആണ് isn't. രണ്ടും സെയിം മീനിങ് തന്നെയാണ് ശരിക്കും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെയിം മീനിങ് തന്നെയായിരിക്കും കാണുക. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഈസ് നോട്ട് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈസിൻ്റെ നെഗറ്റീവ് ഫോം ആണ് ഈസ് നോട്ട് ഓർ isn't. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ, ആർ. ആറിൻ്റെ വരുമ്പോൾ എന്താണ്, ആർ നോട്ട്. നോട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ദെൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഡിഫറെൻ്റ് ആവും, ആറൻറ്റ്. ആറൻറ്റ് വരും അല്ലേ. അപ്പോൾ ആർ നോട്ട്, ആറൻറ്റ്. ദേ ആർ നോട്ട് കമ്മിങ്, they aren't coming. ഇത് രണ്ട് യൂസ് ചെയ്യാം നമുക്ക്. we are not practicing, we are not practicing, we aren't practicing. ഇങ്ങനെയൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആമിൻ്റെ am not, ain't, ഈസിൻ്റെ is not, isn't, ആറിൻ്റെ are not, aren't. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റണം. am not, ain't, is not, isn't, are not, aren't. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോവാം. നമുക്ക് എന്താണ്, ഇല്ല എന്ന് തന്നെയാണ് എല്ലായിടത്തും വരുന്നത് കേട്ടോ. പ്രസന്റിലായാലും പാസ്റ്റിലായാലും ഫ്യൂച്ചറിലായിട്ടും ഇല്ല എന്നുള്ള അർത്ഥമാണ് വരിക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് ഓക്സിലറി ആയിട്ടുള്ള വാസ് വെയർ. ഓക്കെ, വാസിൻ്റെ വാസ് നോട്ട്, പിന്നെ എന്താണ് wasn't അല്ലേ. ഷോർട്ട് ഫോം എന്താണ്, wasn't അല്ലേ. അപ്പോൾ was not, he was not coming, he wasn't coming എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ was not, wasn't. The next, were not, weren't. were not, weren't. അപ്പോൾ was not, wasn't, were not, weren't. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത്, രാവിലെ കഴിക്കാൻ നേരത്തും വായിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ പേസ്റ്റ് ചെയ്യും. ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല, പെർമനന്റ് ആവും. ഓക്കെ, അപ്പോൾ പെർമനന്റ് ആക്കി എടുക്കണം നമ്മൾ. അതുവരെ നമ്മൾ പഠിക്കണം. ചിലവർക്ക് 10 ദിവസം വായിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആവും, ചിലവർക്ക് 15 ദിവസം വായിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആവും, ചിലവർക്ക് 25 ദിവസം വായിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആവും. അപ്പം നിങ്ങളുടെ ഒരു ഇംഗിതത്തിനനുസരിച്ച് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കയറിക്കോളും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താ, അപ്പോൾ ഡു ഡസ് ഡിഡ്. ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. ഡു ഡസ് വരുമ്പോൾ ഡസ് ആദ്യം നോക്കാം അല്ലേ. ഡസിന്റെ സിംഗുലർ ആണ് ഡസ് നോട്ട്. ഡസ് നോട്ട് ആണ് ഡസിന്റെ സിംഗുലർ ആയിട്ട് വരിക. നെക്സ്റ്റ് വരുന്നത് എന്താ, ഡസൻ. ഇതിന്റെ ഷോർട്ട് ഫോം ആണ് ഡസൻ. നോക്കി, ഡസ് നോട്ട്, ഡസൻ. നെക്സ്റ്റ് ഡൂവിന്റെ ഡു നോട്ട്, ദെൻ ഡോണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇത് എന്താണ് രമേശ് എക്സാമ്പിൾസ് തരാത്തതെന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടാവും. എക്സാമ്പിൾസ് അല്ല പഠിക്കേണ്ടത്, ഇതാണ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇത് ഇങ്ങനെ പഠിക്കുന്ന ഒരാൾ പോലും ഫെയിൽ ആവില്ല, അതാണ് എൻ്റെ ഗ്യാരണ്ടി. ഇങ്ങനെ പഠിക്കുന്ന ആൾ ഫെയിൽ ആവാൻ കഴിയില്ല. കാരണം എന്താ പറയുക, അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് അയാൾ പഠിക്കുന്നത്. That's why I'm asking you, my dear friends, every day in the morning and at the night you have to practice, you have to practice, you have to practice. That's very important. Okay, അപ്പോൾ ഇനി വരുന്നത് എന്താണ്, did. Did means, see, did not. Did ന്റെ നെഗറ്റീവ് ആണ് did not. എന്താണ് അതിന്റെ ഷോർട്ട്, didn't ആണ് ഷോർട്ട്. ഓക്കെ, അപ്പോൾ does not, doesn't, do not, don't, did not, didn't. ക്ലിയർ ആണോ? വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു.
എന്തെങ്കിലും എന്താ പറയുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ അടുത്ത് വരുന്നത് എന്താ? ഹാസും ഹാവും ഹാഡും. അതിന്റെ നെഗറ്റീവാണ് നമ്മൾ പഠിക്കാൻ പോണത്. അങ്ങനെ നോക്കുമ്പോൾ അത് അവിടെയും ഇല്ല എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം വരിക. നോക്കിയേ, ഹാസ്, ഹാസ് നോട്ട്, ഹാസ് നോട്ട്. അതിന്റെ ഷോർട്ട് ഫോം എന്താണ്? ഹാസൻറ്റ്, ഹാസൻറ്റ്. ഹാസ്, ഹാസ് നോട്ട്, ഹാസൻറ്റ് അല്ലേ? ഇനി എന്താണ് ഹാവ്? ഹാവ്, ഹാവ് നോട്ട്, ഹാവൻറ്റ്, ഹാവൻറ്റ്. നോക്കിയേ, ഹാസ് വരുമ്പോൾ ഹാസ് നോട്ട്, ഹാസൻറ്റ് വരും. ഹാവ് വരുമ്പോൾ ഹാവ് നോട്ട്, ഹാവൻറ്റ് വരും. ഓക്കെ, ഇനി അടുത്ത എന്താ? ഹാഡ്, ഹാഡ്, ഹാഡ് നോട്ട് ആൻഡ് ഹാഡൻറ്റ്, ഹാഡൻറ്റ് വരും. ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഓക്കെ, ഹാസ്, ഹാസ് നോട്ട്, ഹാസൻറ്റ്, ഹാവ്, ഹാവ് നോട്ട്, ഹാവൻറ്റ്, ഹാഡ്, ഹാഡ് നോട്ട്, ഹാഡൻറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഇത് പഠിക്കേണ്ടത്. അപ്പം നമ്മൾ തുടക്കം മുതലേ എടുത്തത്, ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം മുതലേ എടുത്തത് വൈറ്റ് പേപ്പറിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടിയും റിവിഷൻ നടത്താം, നമുക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആയിട്ട് പഠിക്കാം അല്ലേ? അപ്പം ആം, ഈസ്, ആർ അല്ലേ? ആം, ആം നോട്ട് ആൻഡ് എയിൻറ്റ് അല്ലേ? എയിൻറ്റ്. ഈസ് എന്താണ്? ഈസ് നോട്ട് ആൻഡ് isn't, isn't. Then are not and aren't, aren't. The next one was not and wasn't, wasn't. The next one were not and weren't, weren't. The next one does not and doesn't, doesn't. Do not and don't. അടുത്തത് did not and didn't അല്ലേ? നോക്കി, am not, ain't, is not, isn't, are not, aren't, was not, wasn't, were not, weren't, does not, doesn't, do not, don't, did not, didn't. The next ഒരു സെഷൻ കൂടി ഉണ്ട് അല്ലേ? ഏതാണ് ഇത്? സെഷൻ എന്താണ്? has, have, had, has not and hasn't, hasn't. The next one have not, haven't, haven't. The next one had not and hadn't. നിങ്ങളെ എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റിയെടുക്കുന്ന ഒരു നിധിയാണിത്. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾക്ക് എടുത്ത ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച് ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു. ഓൾ ദി ബെസ്റ്റ്.